ഹേയ് ഗായ്സ്, CapCut യൂസ് ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ് ഏത് VPN നമ്മൾ യൂസ് ചെയ്യണം, ഏത് VPN ആണ് ബെസ്റ്റ് VPN, ഏത് സെർവറാണ് ഏത് സെർവറാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ VPN കണക്ട് ചെയ്ത് കഴിഞ്ഞ് CapCutൽ കയറുമ്പോൾ നമ്മളുടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രശ്നമാണ്, നമ്മളെ എഫക്റ്റ് ഒന്നും വർക്കാവില്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മെയിൻ VPN ആണ്. ഞാനും മുമ്പൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു VPN ആയിരുന്നു സൂപ്പർ VPN. പക്ഷേ ഇപ്പോൾ സൂപ്പർ VPN CapCutൽ തീരെ വർക്കാവുന്നില്ല. എൻ്റെ CapCutൽ തീരെ വർക്കാവുന്നില്ല. ഞാൻ സൂപ്പർ VPNൻ്റെ എല്ലാ സെർവേഴ്സും കണക്ട് ചെയ്ത് നോക്കി, പക്ഷേ വർക്കാവുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന CapCutൻ്റെ മോഡ് എപ്പിക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. 50 പേര് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന CapCutൻ്റെ ഫയൽ തരുന്നതാണ്. ഇതാണിപ്പോൾ മെയിൻ പ്രശ്നം, നമ്മളെ എഫക്റ്റ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു VPN, അതായത് ടർബോ VPN എന്നാണ് ഈ ഒരു VPNൻ്റെ പേര്. ഈ VPNലെ ഒരു സെർവർ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എല്ലാ നെറ്റ്വർക്ക് കുറഞ്ഞ സ്ഥലത്ത് പോയി നിന്നിട്ട് പോലും എനിക്ക് ഈ ഒരു സെർവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡായി വരുന്നുണ്ട്. അപ്പോൾ ടർബോ VPN ഡയറക്റ്റ് കയറി കണക്റ്റ് ചെയ്യാതെ ഞാൻ പറഞ്ഞ ഈ ഒരു സെർവർ, ഞാൻ ഇനി പറയാൻ പോകുന്ന സെർവർ ലൊക്കേഷൻ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ നേരെ മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെർവർ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരുപാട് സെർവർ ഉണ്ടാവും. അപ്പോൾ അതിൽ ആദ്യത്തെ 3 സെർവേഴ്സ് ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ജർമ്മൻ സെർവറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. ഈ ജർമ്മൻ സെർവർ നമ്മൾ യൂസ് ചെയ്ത് നോക്കുക. ചില സമയങ്ങളിൽ ജർമ്മൻ സെർവർ അവിടെ കാണിക്കില്ല. അതിന് ഒരു ടിപ്പായിട്ട് ഞാൻ അവസാനം ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഈ സെർവർ വെച്ചിട്ട് എഫക്റ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അത്യാവശ്യം നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് കുറച്ച് കുറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ എന്നാലും നമ്മളെ വീഡിയോ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം എഫക്റ്റൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു നല്ല പ്രോപ്പർ നെറ്റ്വർക്കുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും സ്പീഡിൽ നിങ്ങൾക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ അവസാനം വരെ കാണാം. കാരണം ചില സമയത്ത് നമ്മളെ ഈ ഒരു ടർബോ VPNൽ ഞാൻ പറഞ്ഞ ആ ഒരു സെർവർ കാണിക്കില്ല. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ഞാൻ അവസാനം വരെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏത് VPN ആയാലും ഏത് സെർവേഴ്സ് ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്തിട്ട് അപ്പം തന്നെ നിങ്ങൾ സ്പോട്ടിൽ തന്നെ നിങ്ങൾ CapCut യൂസ് ചെയ്യാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് CapCutലോട്ട് കയറുക. ഓക്കെ, എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് VPN കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ചില സമയങ്ങളിൽ നമ്മളെ ഈ ഒരു VPN ഞാൻ നേരത്തെ കാണിച്ചു തന്ന ജർമ്മൻ സെർവർ കാണിക്കില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, സെർവർ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ജർമ്മൻ VPN കാണുന്നില്ല. അപ്പോൾ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെർവറോടെ കാണിക്കും. ഓക്കെ, ഞങ്ങൾ ചില സമയങ്ങളൊക്കെ കയറുമ്പോൾ സെർവർ ലൊക്കേഷനിൽ പോയാൽ ഞാൻ ഈ പറഞ്ഞ സെർവർ കാണില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെർവർ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ CapCutൻ്റെ മോഡ് എപ്പിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. 50 പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ ആ CapCutൻ്റെ ഫയൽ ഞാൻ തരുന്നതായിരിക്കും.